എല്ലാവർക്കും നമസ്കാരം. മാർച്ച് മുതൽ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് പല സന്ദർഭങ്ങളിലും കോവിഡിനെ കുറിച്ച് ഈ സദസ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കോവിഡ് മനുഷ്യന്റെ യാത്രയെ പിടിച്ചു നിർത്തി, സ്വപ്നങ്ങളെ തകർത്തു, സാമൂഹിക രീതികൾ മാറ്റി എഴുതി, ഹസ്തദാനം നൽകാൻ നിർത്തി, വെസ്റ്റേൺ സംസ്കാരത്തിലുള്ള ആലിംഗനം നിർത്തി, നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മെ വിട്ടുപോകുമ്പോൾ സന്ദർശന സ്വാതന്ത്ര്യം വരെ ഇല്ലാതാക്കി. പലർക്കും ജോലി നഷ്ടപ്പെട്ടു, വലിയ കച്ചവട കേന്ദ്രങ്ങൾ തകർന്നു. ഇതിന് ഒരു പരിഹാരം കാണേണ്ടതല്ലേ? തീർച്ചയായും എല്ലാവരും കാത്തിരിക്കുന്നു. വാക്സിനേഷൻ മുഖാന്തരം മാത്രമേ പരിപൂർണമായി ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് 3 വാക്സിനേഷനെ കുറിച്ചാണ്. മൊഡേണ ആൻഡ് ഓക്സ്ഫോർഡ് ആസ്ട്രസെനിക് ആൻഡ് ഫൈസർ, ഈ 3 കുറിച്ചും സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ സുഹൃത്തുക്കളായ ഡോക്ടർ ജോൺ മാത്യു ആൻഡ് ഡോക്ടർ ശിവകുമാർ. മൈ heartfelt pleasure to invite both of you. Thank you. Thank you. Thank you, Dr. Jobs. Thank you. ഡോക്ടർ ജോൺ മാത്യു, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. താങ്കൾക്ക് പുതിയൊരു പദവി കിട്ടിയെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. എന്താണ് ആ പദവി എന്ന് നമ്മളുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഒന്നുമില്ല, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ കമ്പനിയിലെ ഒരു ഡയറക്ടർ ലെവലിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടറിലേക്ക് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളതാണ്. It's actually a recognition of a lot of productive work at the company. Congratulations. Thank you. അപ്പോൾ ഞങ്ങളുടെ പ്രത്യേക ആയിട്ടുള്ള കൺഗ്രാജുലേഷൻ പറയുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഡോക്ടർ ശിവ, സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയില് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന്, എന്താണ് പറയുന്നതെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയുന്നു, ഒന്ന് ചുരുങ്ങി പറയാമോ പെട്ടെന്ന്? കോവിഡ് വാക്സിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? വാക്സിനെ കുറിച്ച്. വാക്സിൻ, ഓക്കെ. നമ്മൾ വാക്സിനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും 3 വാക്സിനുകളാണ്. ഒന്ന് ഫൈസർ, ബയോഎൻടെക്, പിന്നെ മോഡേണ, അമേരിക്കൻ കമ്പനി, പിന്നെ ഓക്സ്ഫോർഡ് വാക്സിൻ. ഇതില് ഫൈസറും ബയോടെക്കും അതുപോലെ മോഡേണയും ഒരു പുതിയ ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരു സിന്തറ്റിക് mRNA വാക്സിനാണ് അവർ യൂസ് ചെയ്യുന്നത്. സിന്തറ്റിക് mRNA വാക്സിൻ എന്നുകൊണ്ട് നമ്മുടെ ബോഡിയിൽ തന്നെ ഓൾറെഡി നടക്കുന്ന ഒരു മെക്കാനിസത്തിനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുമ്പോൾ ഡി എൻ എ നമ്മൾ അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കും, അതിനെ mRNA എന്ന് പറയും. ആ ഒരു സിമിലർ മെക്കാനിസമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു mRNA, നമ്മുടെ വൈറസ്, ഏത് വൈറസിന്റെ ആണോ നമ്മൾ വാക്സിൻ ഉപയോഗിക്കുന്നത്, ആ വാക്സിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈറസിന്റെ DNA അല്ലെങ്കിൽ RNA ഒരു മെസ്സഞ്ചർ RNA ടെംപ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കും. അത് വളരെ എളുപ്പമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമുക്ക് വാക്സിൻ ഉണ്ടാക്കുന്നതിന് വളരെയധികം സമയം എടുക്കുമായിരുന്നു. കാരണം നമ്മൾ എഗ്ഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൾച്ചർ ചെയ്തത് എടുക്കുന്ന കുറെ സമയം എടുക്കുമായിരുന്നു. ഇപ്പൊ അത് നമുക്ക് സിന്തറ്റിക് ആയിട്ട് കെമിക്കലി അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കോഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അതിന്റെ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കോവിഡില് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന്റെ കൊറോണ പ്രോട്ടീൻസിനെ റിപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ mRNA അതിന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് നമ്മൾ ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മളത് വൈറസിന്റെ ആന്റിബോഡീസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഒരു അക്വയർഡ് ഇമ്മ്യൂൺ ഒരു മെക്കാനിസമാണ് അവിടെ വരുന്നത് ശരിക്കും. പിന്നെ നമ്മുടെ ചാഡോക്സ് വാക്സിൻ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ വാക്സിൻ എന്ന് പറയുന്നത് അതൊരു പഴയ ടെക്നോളജി ഒന്നും പൂർണ്ണമായും പറയാൻ പറ്റില്ല, എന്നാൽ പുതിയ ടെക്നോളജി ഒന്നും പറയാൻ പറ്റില്ല. അത് യൂസ് ചെയ്യുന്ന ഒരു അഡിനോ വൈറസ് വെക്ടർ ആണ്. അതിൽ യൂസ് ചെയ്യുന്നത്, അതിനാണ് ചാഡോക്സ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം ശരിക്കും. എന്നിട്ട് അത് ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡിനോ വൈറസ് വെക്ടറിൽ നമ്മൾ ഒരു സബ് യൂണിറ്റ് DNA അല്ലെങ്കിൽ RNA, നമ്മളിപ്പോൾ ഇവിടെ ഒരു RNA വൈറസ് ആണ് നമ്മുടെ കൊറോണ വൈറസ്, ആ സബ് യൂണിറ്റ്, കൊറോണയുടെ സബ് യൂണിറ്റ് നമ്മൾ അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആ വൈറസുകൾ, അതൊരു ലൈവ് അറ്റിനേറ്റഡ് വാക്സിൻ ആണ് ശരിക്കും, ആ വൈറസിനെ നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടുന്നു. അത് മുൻപ് ചില വാക്സിനുകൾ ഓക്സ്ഫോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ സിക്ക വൈറസിന്റെ വാക്സിൻ, അതുപോലെ മിഡിൽ ഈസ്റ്റ് നമ്മുടെ റെസ്പിറേറ്ററി സിൻഡ്രോം MERS എന്ന് പറയും. ഇതിലൊക്കെ യൂസ് ചെയ്ത ഒരു സിമിലർ ടെക്നോളജിയാണ് അവരിതിലും യൂസ് ചെയ്യുന്നത്. അതും ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായിരുന്നു. കാരണം ഓൾറെഡി തന്നെ ഉള്ള ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്.
ശരിക്കും അതാണ് ഓക്സ്ഫോർഡിന്റെ വാക്സിൻ. പിന്നെ ഇത് മൂന്നിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് കൂടുതലും ഡോക്ടർ ജോസ് മാത്യു പറയും എന്നാണ് എന്നോട് പറയുന്നത്. സോറി, ജോൺ മാത്യു. ഡോക്ടർ ജോൺ മാത്യു, അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ജനുവരി ആകുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജനുവരി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നമ്മളുടെ മാർക്കറ്റിൽ കാണാൻ പോകുന്നത്? എന്താണ് ഈ 3 വാക്സിനേഷൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഈ 3 വാക്സിൻ ടെക്നോളജിയും ഹ്യൂമൻസിൽ ഇതുവരെ ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത ടെക്നോളജിയാണ്. കാരണം mRNA വാക്സിൻ എന്ന് പറയുന്നത് ഐഡിയ ഈസ് ആക്ച്വലി ഇൻ എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് ടൈം. കാരണം ഒരു 10 കൊല്ലമായിട്ട് തന്നെ ഇതിലേക്കുള്ള റിസർച്ചുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു ഹ്യൂമനിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കോവിഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫൈസറിന്റെയും മൊഡേണയുടെയും റിസൾട്ട്സ് അത് ഹോൾഡ് അപ്പ് ചെയ്യുവാണെങ്കിൽ അതൊരു വളരെ വലിയ മുന്നേറ്റമാണ് സയന്റിഫിക് വാക്സിൻ ടെക്നോളജിയിൽ. കാരണം ഡോക്ടർ ശിവ പറഞ്ഞതുപോലെ വളരെ ചീപ്പായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ടും വാക്സിൻ ഡോസസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണത്. പക്ഷെ ആ ടെക്നോളജിയുടെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ mRNA എന്ന് പറയുന്നത് ഹൈലി ഡീഗ്രേഡബിൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെ കോൾഡ് ടെമ്പറേച്ചർ, അതായത് കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വാക്സിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫൈസറിന്റെ വാക്സിനിൽ അവർ -70 ഡിഗ്രിക്ക് താഴെ ഈ വാക്സിൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ മൊഡേണ പറയുന്നത് അവരുടെ വാക്സിൻ -20 മതി എന്നുള്ളതാണ്. പക്ഷെ ഇത് ഏതാണെങ്കിലും നമ്മൾ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറികളിൽ നിന്ന് നമ്മളുടെ പേഷ്യന്റുകളിൽ എത്തുന്നത് വരെ ആ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേനും ആ കോൾഡ് ചെയിൻ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഈ mRNA നമ്മൾ ആദ്യം ഇതിന്റെ സെല്ല് കയറി പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് ഈ വൈറസിന്റെ S2 പ്രോട്ടീനെതിരെ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്ത് അതിലെതിരെ ആന്റിബോഡീസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് ആക്ച്വലി 1-2 റൗണ്ടുകൾക്കുള്ളിൽ തന്നെ ഇത് ഡീഗ്രേഡ് ചെയ്ത് പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലോങ് ടേം എഫക്റ്റീവ്നെസ് ഇതുവരെ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. എത്ര നാളാണ് ഇതിന്റെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതാണ് ഇതിന്റെ വേറൊരു ന്യൂനതയായിട്ട് കാണുന്നത്. പിന്നെ വളരെ സേഫ്റ്റിയെ പറ്റിയൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഈ പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതിനൊരു സേഫ്റ്റി ഇഷ്യൂ ചിലപ്പോൾ ഒരുപക്ഷെ കുറവായിരിക്കും. ഇഞ്ചക്ഷൻ സൈറ്റിലൊക്കെ ഉണ്ടാകുന്ന സ്വെല്ലിംഗ് പോലെയുള്ള നോർമൽ റിയാക്ഷൻസിൽ കൂടുതൽ ഒരു സേഫ്റ്റിനെസ്സിൽ കൺസേൺ ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഈ പറയുന്ന എഫക്റ്റീവ്നെസ് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഈ മൊഡേണയുടെയും ഫൈസറിന്റെയും പ്രത്യേകത. ഈവൻ ഈ അഡനോ വൈറസ് വെക്ടറിലാണെങ്കിൽ പോലും എക്സ്പെരിമെന്റൽ ആയിട്ട് ലബോറട്ടറിയിൽ വാക്സിനുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ശിവ പറഞ്ഞതുപോലെ ഇന്ന് മാർക്കറ്റിൽ ആക്ച്വലി ആകെ ഉള്ളത് ഒരു റാബീസ് വൈറസിനെതിരെയുള്ള ഒരു വാക്സിനാണ് ഈ അഡനോ വൈറസ് വെക്ടർ ഉപയോഗിച്ചുള്ളത്. അതുപോലും നമ്മൾ ആനിമൽസിലേ കൊടുക്കുന്നുള്ളൂ, വൈൽഡ് ആനിമൽസിലൊക്കെയാണ് അത് കൊടുക്കുന്നത്. ഹ്യൂമനിൽ അങ്ങനെ ഒരു വാക്സിൻ ഇതുവരെ കൊമേഴ്ഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതും ഒരു പുതിയ ടെക്നോളജിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ ശിവ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യുമായിരുന്നു നല്ലതായിരുന്നു. കാരണം എന്റെ അറിവനുസരിച്ച് അത് ലൈവ് അറ്റന്യൂവേറ്റഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇറ്റ് ഡസന്റ് ഹാവ് ദി എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. അതായത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ അത് തീരുന്നതാണ് അഡനോ വൈറസ് വെക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളത് വെസിക്കുലർ സ്റ്റൊമറ്റൈറ്റിസ് വൈറസിന്റെ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ആണ് ആക്ച്വലി ഒരു റെപ്ലിക്കേറ്റഡ് വെക്ടർ ആയിട്ട് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനോട് ഡോക്ടർ ജോൺ മാത്യു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ശരിക്കും ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻസ് ഒരു ട്രഡീഷണൽ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ അല്ല, പക്ഷെ സിമിലർ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് തീർച്ചയായും ഡെഡ് വൈറസ് അല്ല, ശരിക്കും വീക്കെൻഡ് വൈറസ് ആണ്. വീക്കെൻഡ് വൈറസ്. വെരി ഗുഡ്. അപ്പൊ അതാണ് ആ ഒരു രണ്ട് ടെക്നോളജി പുതിയതാണ്. പക്ഷെ ഈ രണ്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, അതായത് റിസൾട്ട്സ് നമ്മൾ ഹോൾഡ് അപ്പ് ചെയ്യുവാണെങ്കിൽ 95% എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അൺബിലീവബിൾ എഫക്റ്റീവ്നെസ് ആണ് ഒരു വാക്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 85% എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ എഫക്റ്റീവ്നെസ് ഉള്ള വാക്സിനാണ്. പക്ഷെ ആ ഒരു കാര്യവും ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഈ 95-85% എന്ന് പറയുന്നത് അവരത് എന്തിന്റെ ബേസിലാണ്? അത് ട്രയലിന്റെ ബേസിലാണോ പറയുന്നത്? ഫേസ് 2 ട്രയൽ, ഇപ്പോ നമുക്കിപ്പോ ഫേസ് 3 ട്രയലിന്റെ റിസൾട്ടുകളാണ് അവരിപ്പോ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഫേസ് 2, ഫേസ് 3 ട്രയൽ. അതിൽ ഫേസ് 3 ട്രയലാണ് ലാർജ് ട്രയൽസ്, ആക്ച്വലി ലാർജ് റാൻഡമൈസ് ട്രയൽസ്.
പിന്നെ നമുക്ക് ഓക്സ്ഫോർഡിന്റെ റിസൾട്ട്സ് വന്നിട്ടില്ല. ഓക്സ്ഫോർഡിന്റെ phase 2 റിസൾട്ട്സ് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. phase 3 റിസൾട്ട്സ് അവര് ഒരു പാരലൽ ആയിട്ട് തന്നെ ഇപ്പോൾ അവരുടെ നമ്മുടെ ഇവിടുത്തെ MHR, ഇവിടുത്തെ നമ്മുടെ ഓത്തറൈസ് ചെയ്യുന്ന ഏജൻസീസ്, അപ്പോൾ അവർക്കും ഒരു സിമിലർ ടൈമിൽ ആ റിസൾട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വി കൻ ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട്സ് ഫാസ്റ്റ്. അപ്പോൾ ശരിക്കും അത് അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. നമ്മൾ ഇതിന്റെ ഡേറ്റ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റാൻഡം ഡേറ്റയാണ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. കറക്റ്റ് എക്സാക്ട്ലി പബ്ലിഷ്ഡ് ഡേറ്റയ്ക്ക് നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ വേറൊരു സംഗതി എന്ന് പറയുന്നത്, വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ എഫക്റ്റീവ്നെസ് ഇവർ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഈ ഫൈസറിന്റെ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആക്ച്വലി നമുക്ക് കയ്യിലുള്ളത്. അത് ഡോക്ടർ ശിവ പറഞ്ഞതുപോലെ അതൊരു പിയർ റിവ്യൂഡ് പബ്ലിഷ്ഡ് ഡേറ്റ അല്ല എങ്കിൽ കൂടിയും ഇവർ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ 40,000 ആൾക്കാരാണ് ക്ലിനിക്കൽ ട്രയലിൽ ഉണ്ടായത്. അപ്പൊ ഏകദേശം നമുക്കൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ 50% ആൾക്കാർക്ക് വാക്സിൻ കിട്ടിയെന്നും ഒരു 50% ആൾക്കാർക്ക് പ്ലാസിബോ ആണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ എന്നിട്ട് ഇവരൊക്കെ കണക്കാക്കുന്നത് ഈ പ്ലേസിബോ ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഈ ഇൻഫെക്ഷൻ വന്നു, വാക്സിനേറ്റഡ് ഗ്രൂപ്പിൽ എത്ര പേർക്ക് ഇൻഫെക്ഷൻ വന്നു, ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ പ്ലേസിബോ ഗ്രൂപ്പിൽ 100 പേർക്ക് വരികയും വാക്സിനേറ്റഡ് ഗ്രൂപ്പിൽ 5 പേർക്കാണ് വന്നെങ്കിൽ അത് 95% എഫക്റ്റീവ്നെസ് നമുക്ക് അനുമാനിക്കാം. അതൊക്കെ വളരെ കൺട്രോൾഡ് ആണ് ട്രയൽ. അപ്പം അത് തന്നെയല്ല, ഇൻഡിപെൻഡന്റ്ലി മോണിറ്റേർഡ് ആണ്. അപ്പൊ ആ ട്രയലിന്റെ റിസൾട്ട്സിലൊന്നും സാധാരണഗതിയിൽ വിശ്വാസ്യത കുറവിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം വളരെ നന്നായിട്ട് ക്ലിനിക്കൽ പ്രോട്ടോകോൾ ഉണ്ടാക്കി ചെയ്യുന്ന റിസർച്ച് ആണ്. പക്ഷെ ഇതിനകത്ത് കുറെ ഉള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പാടില്ലെന്ന് പറയുന്നത്, ഇപ്പൊ ഈ 40,000 ആൾക്കാരെ അവർ റിസർച്ച് നടത്തിയതില്ലേ, അതിനകത്ത് പല എത്നിക് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ പല ഏജ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഈ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം എത്ര പേരിലാണ് ഇപ്പൊ 60 വയസ്സിന് മേളിലുള്ള എത്ര പേർക്ക് വാക്സിൻ കൊടുത്തു, അവരിൽ എത്ര പേർക്ക് അസുഖം വന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇന്നും നമുക്കറിയില്ല. ആകെയുള്ളത് ഈ ഓക്സ്ഫോർഡിന്റെ phase 2 ട്രയൽ അവർ 700-800 ആൾക്കാരെ ചെയ്തതില്ലേ, അവര് പറയുന്നത് അവരുടെ വാക്സിൻ ഈസ് വെരി എഫക്റ്റീവ് ഇൻ ഓൾഡർ പീപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സ്മോൾ ഡേറ്റാ ബേസിൽ അപ്പൊ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഓക്സ്ഫോർഡിന്റെ വാക്സിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സസെപ്റ്റബിൾ ആകുന്നതും മരിക്കുന്നതും ഒക്കെ ഈ 55-60 വയസ്സിന് മേലുള്ളവരിലാണ്. അപ്പൊ ഈ ഓക്സ്ഫോർഡിന്റെ ഡേറ്റ ഹോൾഡപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പിയർ റിവ്യൂഡ് ജേർണലിൽ പബ്ലിഷ് ചെയ്തതാണ് phase 2 ഡേറ്റ. അത് അവരുടെ വാക്സിൻ വളരെ നല്ലതാണെന്ന് വേണം പറയാൻ. പക്ഷെ ആ സെയിം ടൈമിൽ ഈ മൊഡേണയുടെ അല്ലെ ഫൈസറിന്റെ വാക്സിന്റെ ഡേറ്റ കംപ്ലീറ്റ് പുറത്തു വരുന്നാലേ നമുക്ക് അറിയാൻ ഒക്കത്തുള്ളൂ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന്. ഓക്സ്ഫോർഡിന്റെ അത് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നോർമൽ സെന്റിഗ്രേഡ് 2-4 എന്നുള്ളത് ശരിയാണത്? ഞാൻ ഈയിടെ എവിടെയോ വായിച്ചത്. ഓക്സ്ഫോർഡ് നമ്മളിപ്പോ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ, ഡോക്ടർ ജോൺ മാത്യു പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ മറ്റ് രണ്ട് mRNA വാക്സിനുകൾ നോർമലി വളരെ സസെപ്റ്റബിൾ ആയതുകൊണ്ട് അതിന് വളരെ ലോ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്യും. എസ്പെഷ്യലി ലൈക്ക് അതുപോലെയുള്ള വളരെ -20 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും മിനിമം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത്. ബട്ട് ദ പ്ലസ് പോയിന്റ് വിത്ത് നമ്മുടെ ഈ ചാഡോക്സ് വാക്സിന്റെ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിന്റെ വാക്സിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ അത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആണ് ശരിക്കും. കാരണം ഈ ഒരു വൈറൽ വെക്ടർ വീക്കെൻഡ് വൈറസിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതൊരു സബ് യൂണിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും. പക്ഷേ ഇനി മറ്റ് ഒരു പ്ലസ് പോയിന്റ് കൂടെ ഓക്സ്ഫോർഡ് വാക്സിന് ഇപ്പോൾ പറഞ്ഞത് ഈ എൽഡർലി പീപ്പിളിന്റെ കാര്യം, അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ് ശരിക്കും. 56 മുതൽ എൽഡർലി ആയിട്ടുള്ള ഓവർ 70-ലുള്ള ആൾക്കാർക്ക് വരെ വളരെ നല്ല രീതിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കി എന്നുള്ളതാണ് അവരുടെ phase 2 ട്രയലിൽ നിന്ന് കാണുന്നത്. അത് phase 3 ട്രയലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നത് ഓക്സ്ഫോർഡ് ഒരു വലിയൊരു വാക്സിൻ എന്താ പറയുക, നമ്മളെ ഒരു മത്സരത്തിൽ അവരില്ലാന്നാണ് ഇന്നലത്തെ ന്യൂസിൽ ഞാൻ കണ്ടത് ശരിക്കും. അപ്പോ ഒരു പക്ഷേ ഈ നമുക്ക് ഓക്സ്ഫോർഡ് വാക്സിനെ കുറിച്ച് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും പറയാം. എങ്കിലും mRNA വാക്സിൻസ് വളരെയധികം സക്സസ് ആയി, അതിന്റെ സക്സസ് റേറ്റും വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ വാക്സിനുകളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വിത്തിൻ ഒരു ഷോർട്ട് ടൈമില്. ക്രിസ്മസ് സമയത്തിന് മുൻപ് ഓക്സ്ഫോർഡിന്റെ റിസൾട്ട്സ് phase 3 റിസൾട്ട്സ് വരുമെന്നുള്ളതാണ് പ്രൊഫസർ സാറ പറഞ്ഞിരിക്കുന്നത്, ഓക്സ്ഫോർഡിന്റെ വാക്സിൻ കമ്മിറ്റിയുടെ ഹെഡ്. അതുപോലെ നമ്മുടെ നമ്മുടെ അടുത്ത 2 മറ്റു വാക്സിനുകളും അതൊരു സമയത്തിന് അവർ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഏപ്രിൽ മാസത്തോടു കൂടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വാക്സിനുകളും അവൈലബിൾ ആവും, നമുക്ക് നല്ലൊരു സ്റ്റാർട്ടപ്പ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഡോക്ടർ ജോൺ മാത്യു,
ഈ 3 വാക്സിനേഷനും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്ത് ലഭ്യമാണെങ്കിൽ ഏത് വാക്സിൻ ആയിരിക്കും താങ്കൾ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ആക്ച്വലി എൻ്റെ പിയർ റിവ്യൂ ഡേറ്റ ബേസ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ ഇച്ചിരി കംഫർട്ടബിൾ ഓക്സ്ഫോർഡിന്റെ അഡ്നോ വൈറസ് വാക്സിൻ ആകും. കാരണം അതിന് കുറച്ചും കൂടെ ഡേറ്റ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇതിന്റെ ഈ അഡ്നോ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റതിനെക്കാട്ടിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് മാനുഫാക്ചറിങ്. അപ്പൊ അതുകൊണ്ട് ഈ ലാർജ് വോളിയം മാനുഫാക്ചറിലേക്ക് എത്താൻ ചിലപ്പോൾ ഇച്ചിരി കൂടെ സമയം എടുക്കുമായിരിക്കും. പക്ഷേ അസ്ട്രാസെനക്ക ഇസ് എ വെരി ഗുഡ് കമ്പനി. അവരുടെ പാർട്ണർ അസ്ട്രാസെനക്കയാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അവർക്കത് സ്കെയിലപ്പ് ചെയ്യാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനികളുമായിട്ട് പാർട്ണർഷിപ്പിലൂടെ എങ്കിലും അതിന്റെ മാനുഫാക്ചറിങ് അവർക്ക് ആക്സലറേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പം ഈ ഡേറ്റ ഇതുവരെയുള്ള ഡേറ്റയുടെ അവൈലബിലിറ്റി അനുസരിച്ച്, അതായത് അഡ്നോ വൈറസിന് കുറച്ചും കൂടെ സയന്റിഫിക് ലിറ്ററേച്ചറും അതിന്റെ സേഫ്റ്റിയെ പറ്റിയൊക്കെ കുറച്ചുകൂടെ ഡേറ്റ ആനിമൽസിലൊക്കെ ഉള്ളതുകൊണ്ട് ഐ മേ ബി മോർ കംഫർട്ടബിൾ ടുവേർഡ്സ് ദാറ്റ്. എന്ന് പറഞ്ഞ് മറ്റത് ചീത്തയാന്നല്ല, അതിന്റെ പിയർ റിവ്യൂഡ് പബ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും അത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന്റെ ഈ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഈവൻ ഫൈസറിന്റെ ഡേറ്റ പോലും പറയുന്നത് അവർ 2 ഡോസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി അവരുടെ ഇപ്പൊ ക്ലെയിം ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഉള്ളത്. ഫസ്റ്റ് ഡോസിന് ശേഷമല്ല, സെക്കൻഡ് ഡോസിന് ശേഷമാണ്. അതായത് ഫസ്റ്റ് ഡോസ് കൊടുത്ത് 28 ദിവസത്തിനകം സെക്കൻഡ് ഡോസ് കൊടുത്തതിന് ശേഷമാണ്. അപ്പൊ ആ ഒരു 2 ഡോസ് കൊടുത്തുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി എത്ര നാൾ നിലനിൽക്കുമെന്ന് നമുക്ക് അറിയാൻ മേലാത്തത് ഒരു വലിയ ഗ്യാപ്പാണ്. അത് ഏത് വാക്സിൻ എടുത്താലും അതിന്റെ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു അറിവ് നമുക്ക് ഇല്ലാതിരിക്കുന്നത് ഒരു റിസ്ക് ആണ്. എന്നാൽ പോലും ഇറ്റ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് ഞാൻ പറയുള്ളൂ. സാധാരണ നമുക്ക് ഡോക്ടർ ജോൺ മാത്യു പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. സാധാരണ നമുക്ക് ഈ വാക്സിനുകൾ ശരിക്കും 5 വർഷത്തിലധികം, മിനിമം 5 വർഷത്തിലധികം റിസർച്ചും മറ്റ് ട്രയൽസും നടത്തിയിട്ടാണ് വരുന്നത്. പല വാക്സിനുകളും 15ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു വാക്സിൻ 1 വർഷത്തിനകത്ത് തന്നെ നമ്മളൊരു വാക്സിൻ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഡേറ്റയിൽ നമുക്ക് കിട്ടുന്നതിന് പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ട്. പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴുള്ള ഈ ഒരു പാൻഡമിക്കിനെ കൺട്രോൾ ചെയ്യാൻ ഡെഫിനറ്റ്ലി നമുക്ക് അത് ഒരു ടെസ്റ്റഡ് വാക്സിൻ ഇപ്പോൾ ഉള്ള പിയർ റിവ്യൂഡ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് നമുക്ക് റെഗുലേറ്ററി ഏജൻസീസിന്റെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് നല്ലൊരു വാക്സിൻ തീർച്ചയായും ലോകത്തിന് സംഭാവന നൽകണം. നമുക്ക് ജനങ്ങളെ, ഈ മനുഷ്യരാശിയെ ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമുക്ക് ഈ ഒരു വാക്സിനുകൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്. ആക്ച്വലി ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാൽ നമ്മളിപ്പം നടക്കുന്ന മാസീവ് സ്പ്രെഡ് ഉണ്ടല്ലോ, അതായത് ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, ആ സ്പ്രെഡ് ചെയ്യുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ എന്തായാലും ഈ വാക്സിനുകളെ കൊണ്ട് സാധിക്കും. ഇപ്പൊ ഒരു 3 മാസം അല്ലെ 4 മാസം പ്രൊട്ടക്ഷൻ കിട്ടിയാൽ പോലും ഒരു നല്ല ശതമാനം ആൾക്കാരെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു വ്യാപിക്കുന്നതിന്റെ അളവൊന്ന് കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എനി എമൗണ്ട് ഓഫ് എഫക്റ്റീവ്നെസ് ഈസ് ആക്ച്വലി നോട്ട് എ ബാഡ് തിങ് ഇൻ ദിസ് കറന്റ് സിറ്റുവേഷൻ. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം ഡോക്ടർ ജോൺ മാത്യു ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു ഒരു കൊറോണയെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ അന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ്, ഈ വൈറസ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് സാധാരണ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടോ? ഇല്ല, ഞാനല്ല ഇതുവരെ അങ്ങനെയുള്ളൊരു ഒത്തിരി പൊളിറ്റിക്കലി ഇതൊരു പൊളിറ്റിസൈസ് ചെയ്തൊരു വൈറസ് ആയതുകൊണ്ട് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഇന്ന് വരെ നമ്മളൊരു പബ്ലിക്കേഷനിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ വൈറസ് ആണെന്ന് ഇതുവരെ വന്നിട്ടില്ല. അത് തന്നെയല്ല, അതല്ല എന്നുള്ളതിന് ധാരാളം എവിഡൻസ് ഉണ്ട് താനും. കാരണം ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ വൈറസിന്റെ എബിലിറ്റി ടു ബൈൻഡ്, അതായത് നമ്മളുടെ ഒരു ഹ്യൂമൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ എന്ന് പറയും. അപ്പൊ ആ റിസപ്റ്ററിൽ ഇതിന് ബൈൻഡ് ചെയ്യാനുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ ആർട്ടിഫിഷ്യലി. അത് നാച്ചുറലി ഇവോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അത്ര എഫിഷ്യന്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് ഒരു സെല്ലിലെ പെനട്രേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിന്റെ എവിഡൻസ് വെച്ചിട്ടാണ് ആൾക്കാർ, അതായത് ഒരു മൾട്ടിപ്പിൾ സയന്റിഫിക് ലീഡർഷിപ്പ്, അതായത് പല രാജ്യങ്ങളിലുള്ള ഒരു ഒരുമിച്ച് കൂടി ഒരു പേപ്പറും കൂടെ ആക്ച്വലി അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇത് ആർട്ടിഫിഷ്യൽ അല്ല നാച്ചുറൽ ആണെന്നും പറഞ്ഞു. I don't know, Dr. Shiva, whether you have an opinion on that. എനിക്കും ഒരു സിമിലർ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണുള്ളത്. കാരണം എസ്പെഷ്യലി നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നും പല സ്റ്റഡീസും അവർ ഇതിന്റെ ന്യൂക്ലിക് ആസിഡിലെ സ്റ്റഡീസ് നടത്തിയിട്ട് യാതൊരു രീതിയിലുള്ള ഒരു മാനിപ്പുലേഷൻസും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കറന്റ് ടെക്നോളജി അനുസരിച്ച്. അഗെയിൻ വി കനോട്ട് സേ ദാറ്റ് ദർ ഈസ് എ ടെക്നോളജി ദെയർ which we cannot see. ഒരു പുതിയൊരു മാനിപ്പുലേഷൻ ടെക്നിക്ക് അറിയാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ടോ നമുക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാതെ ഇപ്പോൾ ഉള്ളതിനെ നമുക്കത് ബെറ്റർ ആക്കി ഒരു നല്ലൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കായിരിക്കും നമുക്ക് നല്ലത്. ഒരു പറഞ്ഞതുപോലെ ഈ പൊളിറ്റിക്സും സയൻസും രണ്ട് വഴിയിലേക്ക് പോട്ടെ. നമുക്ക് സയൻസ് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
Exactly. അടുത്തൊരു ചോദ്യം, അതായത് ഡോക്ടർ ശിവ, ഇന്ത്യയിൽ ഏത് വാക്സിനേഷനാണ് കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യത? സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഓക്സ്ഫോർഡും ആസ്ട്രസെനിക്കുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വൺ ഓഫ് ദി മേജർ പ്രൊവൈഡർ ഫോർ വാക്സിനേഷൻ വാക്സിൻസ് ഫോർ ഓക്സ്ഫോർഡ് as well. അപ്പോ ഏകദേശം 100 മില്യൺ വാക്സിൻ ഇന്ത്യക്ക് ലഭ്യമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടനും 100 മില്യൺ വാക്സിൻ കിട്ടും. അതിനുശേഷം ബിഗസ്റ്റ് പ്രൊവൈഡർ തീർച്ചയായും ഓക്സ്ഫോർഡിന്റെ ആയതുകൊണ്ട് ബ്രിട്ടൻ ആയിരിക്കും ആദ്യം കിട്ടുക. ഇന്ത്യക്കും ഒരു സിമിലർ എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ശരിക്കും. അപ്പൊ അതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഡോക്ടർ ജോസ്, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാക്സിൻ മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി. അപ്പൊ അതുകൊണ്ടാണ് എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. അപ്പൊ അവരുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പിൽ, ഈവൻ ദോ മാനുഫാക്ചറിങ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഈ ഓക്സ്ഫോർഡ് വാക്സിൻ വിൽ ബി അവൈലബിൾ എന്ന് എനിക്ക് വിശ്വസിക്കാനുള്ള ഒരു കാരണം അതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ചലഞ്ച്, ഈ വാക്സിനേഷന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ വൈറസിന്റെ സ്പ്രെഡ് അനുസരിച്ച് ഓൾമോസ്റ്റ് 60-65% ഓഫ് പീപ്പിൾ മസ്റ്റ് ബി ഇമ്മ്യൂൺ എന്നുള്ളതാണ്. അപ്പൊ അത്രയും ആൾക്കാരിൽ നമ്മൾ വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് ഏകദേശം 4-4.5 ബില്യൺ ആൾക്കാരിലാണ് നമ്മൾ വാക്സിൻ കൊടുക്കാലേ ഉള്ളൂ ഈ വൈറസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളുടെ പണ്ട് ഈ സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരിയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്തതുപോലെ. അപ്പൊ ആ ഒരു സ്ഥലം എത്താൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിനാണ് മൾട്ടിപ്പിൾ കമ്പനീസ് കൊളാബറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് ഗ്ലോബൽ കൊളാബറേഷൻ, അവിടെയൊക്കെയാണ് ഈ പല രാജ്യങ്ങളും തമ്മിലുള്ള കൊളാബറേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനെ ഒരു സക്സസ്ഫുള്ളി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ. കാരണം ഒരു രാജ്യത്ത് മാത്രം പ്രിവെന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി എ വെരി കമ്പൈൻഡ് ആൻഡ് എ കൊളാബറേറ്റീവ് എഫർട്ട്. തീർച്ചയായും വരുന്ന 2021 നല്ലൊരു വർഷമാകട്ടെ. എല്ലാവരും ഈ വാക്സിനേഷൻ എടുത്ത് വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജോൺ മാത്യു, ഡോക്ടർ ശിവകുമാർ, പ്രത്യേകം നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് ആശംസകൾ നൽകി സൈനിങ് ഔട്ട്. വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. Indian Exclusive Discoveries of the World.